ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത കൊണ്ടൊരു പ്രഥമനാണ്. നിങ്ങളോർക്കും അടപ്രഥമൻ ഉണ്ടാക്കിയാൽ പോരെ എന്ന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചില അടയ്ക്ക് ഭയങ്കര വേവുള്ളതാണ്, അപ്പോൾ കുക്കിംഗ് ടൈം കൂടും. പാസ്ത വെച്ചാണെങ്കിൽ 5-10 മിനിറ്റിനകം വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്കതുകൊണ്ട് പെട്ടെന്ന് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് വീറ്റ് പാസ്തയാണ്. ഞാനൊരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, അല്പം നെയ്യ്, ഒരു 5-6 ഏലക്ക, കുറച്ച് ചുക്കുപൊടി. ഇതിപ്പം നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വീറ്റ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 ലിറ്റർ പാലാണ്, പശുമ്പാൽ. ഇത് ഒരു മുറി തേങ്ങയുടെ നല്ലൊരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ്. ഈ 1/2 ഗ്ലാസ് എടുത്തേക്കുന്ന 1-ാം പാലും ഈ ഒരു ചെറിയ കപ്പിന് എടുത്തേക്കുന്ന അത് ഒരു 1.5 ഗ്ലാസ് കാണും, 2-ാം പാലുമാണ്. 350 ഗ്രാം കാണും ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഓരോ പാസ്തയ്ക്കും ഓരോ വേവാണ്. അത് നമ്മൾ വാങ്ങുന്ന പാസ്തയുടെ പാക്കറ്റിന് മേളിൽ കാണും. അതനുസരിച്ച് നിങ്ങൾ വേവിക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാസ്തയ്ക്കകത്ത് ഒരല്പം നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുക്കുക. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പാസ്ത വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് പോരാം. നമുക്കതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരുവാണ്. നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ആ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിനി അത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തേക്കാണ്. ഇനി അത് നമുക്ക് ആ ശർക്കര പാനിയിലോട്ട് ഇട്ട് കൊടുത്ത് വേവിക്കാം. പാസ്ത നമുക്ക് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാനിയാണെങ്കിൽ ആ പാസ്ത പിടിക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാസ്തയിലേക്ക് നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചിട്ടുണ്ട്. നമുക്കിനി 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാമേ. എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2-ാം പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് വറ്റട്ടെ. ഇപ്പോൾ തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ടിത് വെന്ത് വറ്റി വന്ന് 2-ാം പാലിൽ ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പശുവിൻ പാൽ 1/2 ലിറ്ററാണ് ഞാൻ എടുത്തത്. ഞാൻ അതിൻ്റെ പകുതിയേ ഒഴിക്കുന്നുള്ളൂ ഇപ്പം കേട്ടോ. വേണമെങ്കിൽ ബാക്കി പകുതിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് പകുതി തേങ്ങാപ്പാൽ പശുമ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വിടാതെ ഇളക്കണം. നമുക്കിപ്പം എടുത്തു വച്ചിരിക്കുന്ന ചുക്ക്, ഏലക്കായും അല്പം പഞ്ചസാര കൂട്ടി പൊടിച്ചാണ് ഏലക്ക, അതും ചുക്കും എല്ലാം കൂടെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം, തേങ്ങാപ്പാൽ. ഇനിയും പശുവും പാലിൻ്റെ ആവശ്യമില്ല. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിനി 1-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം.
പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കുക. തിളയ്ക്കേണ്ട കാര്യമില്ല, ഒരു തിള വരുമ്പോൾ വെട്ടി തിളപ്പിക്കേണ്ട. ആ പാകമാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോണേ. ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പം നല്ല കറക്റ്റായിട്ട് മധുരം എല്ലാം പിന്നെ പാസ്തയിലെല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് വരുമേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പാസ്ത പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വിശേഷ അവസരങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കണം കേട്ടോ. ബായ്.